സൂക്ഷിച്ചിട്ട് പ്ലീസ്. തൊട്ട് മതി. ഒറ്റ കാര്യം ഞാൻ ഒന്നും പറയില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ആദ്യം ഇങ്ങനെ ഒരാളെടുത്ത് പോണത്. ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. ആദ്യ എക്സ്പ്രഷൻ കഴിഞ്ഞ് നോക്കാം. അമ്മന്തി പൊന്നുണ്ടാ. കാലത്തിന്റെ പല്ലേക്ക് ഉണ്ടല്ലോ ഗീത്തോ. എന്തൊച്ചി? ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു എ ന്യൂ ഡേ. നമ്മൾ എല്ലാ ദിവസം പോലെ കർട്ടൻ മാറ്റട്ടെ. ക്ലൗഡിയാണ് കുറച്ച്. ഇന്നലെ എങ്ങനെ ഉണ്ടായപ്പോ എന്നെ നന്നായിട്ട് ഉറങ്ങിയാ? ചുണ്ട് 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 കടിച്ച് ചുണ്ട് കട്ടിടിച്ച്. രണ്ട് പല്ല് ഇവിടെ ഉണ്ട്. ഒരു പല്ല് കാണിച്ചു കൊടുത്തേ. വേണ്ടാ, ഒരു പല്ല് വേണ്ട. എവിടെ പല്ലേ നോക്കിയേ? നോർമലി ഇവിടെയൊക്കെ അല്ലേ വന്നെ, ഫ്രണ്ടില് സൈഡിലേക്കാണ് വന്നെ. ഇരുന്നിട്ട് ഒന്നുകൂടി എന്നിട്ടേ. Come on. അമ്മേ, അത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. കേറിവാ കേറിവാ. ഡ്രസ്സൊക്കെ മാറി ഒന്ന് സെറ്റ് ആവട്ടെ. ഇതൊക്കെ ഇത് കാലത്ത് പല്ലച്ചത്. എന്താ പല്ലച്ചത്? എന്താ പ്രത്യേകത ഉണ്ട്? ബർത്ത്ഡേ ആണോ? ഞാൻ എല്ലാ നീയാണ്. അലക്സ ഷോപ്പി. Alexa, stop it. പോയി തൂങ്ങ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അതിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇനി തൂങ്ങ ടൈം. അമ്മേ തൂങ്ങട തമ്പി. ഞാൻ എന്തിനു പോയി തിന്നട്ടിനി? ഞാൻ കുറച്ചേരം എഡിറ്റിംഗ് ആയിരുന്നു. കീത്തു ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തോണ്ടിരിക്കുന്നു. ആദ്യം എന്തേ എന്റെ കണ്ണെഴുതിയാക്കണ പോലെ തോന്നി എനിക്ക്. ആര്? ഞാനാ? ഞാൻ പണ്ട് കണ്ണൊക്കെ എഴുതിണ്ട്. പണ്ട് ട്രെൻഡിങ് ടൈമില്. അതെ, കണ്ണെഴുതൊരു നാണങ്ങള് ഒരു ടൈമില്. അവിടുത്തെ കറക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ചിലപ്പോ ഇവിടെ തന്നെ കിടന്നുറങ്ങിക്കോളും അല്ലേ പൊന്നു? മുട്ടിന് ഫെവിക്കോളും ഉണ്ടല്ല. ഓച്ചോ, ഉറങ്ങിക്കോ. വന്ന് കിടന്ന് പെട്ടെന്ന് തന്നെ അവിടെ ഉറങ്ങി. പാവം, ആരും എടുത്തു നടക്കാനും ഇല്ല, ആട്ടി ഉറക്കാനും ഇല്ല. അവൻ്റെ ഇഷ്ടത്തിന് വന്ന് കിടന്ന് ഉറങ്ങേണ്ട അവസ്ഥയായി ഇവന്. നമ്മുടെ അവസ്ഥ അങ്ങനെ ആയോണ്ടാണ് ആദ്യം ഏട്ടാ. അത് ശീലമായിപ്പോൾ അത്. ഹൈ ഗൈസ്, നമ്മൾ ഇന്നലെ ചില്ലി പോർക്ക് വെച്ചിട്ട് ഞാൻ കുറച്ച് പോർക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായി. അതിന്ന് രാവിലെ ഞാൻ നല്ല ഒരു പോർക്ക് കറി ആക്കാണ്. ദെൻ ഞാനത് പുട്ടിൻ്റെ ഒപ്പം കഴിക്കും. പുട്ട് വിത്ത് പോർക്ക് കറി, അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ അതിന് മുന്നേ ഉള്ള ഫുഡ് റെഡിയാണ്. ബോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മള് നമ്മുടെ കാരണം പോണേ. എന്നെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയ ചേട്ടന് ഇന്നില്ല. സോ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാരണം തന്നെ പോകുന്നു. ഇവിടെ നിന്നൊരു 10 minutes ഡ്രൈവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ അന്ന് ആ ചേട്ടൻ്റെ കാരണം പോയതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. നമ്മളെത്തി, കാർ പാർക്ക് ചെയ്തു. ഇതാണ് എനിക്കൊരു പണത്തിന് പണി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയില്ലേ, ആ ലൊക്കേഷനിലേക്കാണ് പോയത്. സോ അവിടെ ഇരുന്നില്ല. ഇത് വേറെ ലൊക്കേഷനാണ്, എനിക്കറിയില്ലായിരുന്നു. ഇതാണിപ്പോൾ പുതിയ ലൊക്കേഷൻ. ഇവിടെയാണ് ബുക്ക് ചെയ്താൽ കോട്ട്. അമ്മേ, കൈ നല്ല വേദനയുണ്ട്. കണ്ടിന്യൂസ് കളിക്കായിരുന്നെങ്കിൽ ഇത്ര പേര് ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ 4-5 ദിവസമായിട്ട് എന്ന് കളിച്ചിട്ട്. സോ ഇനി നേരെ വീട്ടിലേക്ക് പോകുന്നു. ഉറങ്ങിയില്ല, ഞാൻ നൈറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഉറങ്ങിയില്ല.
പിന്നെ ഇന്ന് ഓഫായിട്ട് കുഴപ്പമില്ല. ഓഫ് എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ഉറങ്ങാലോ, എനിക്ക് ഉറങ്ങാലോ, ആ ഒരു സന്തോഷം. ഫുള്ള് വാച്ച് ചെയ്യും. ഇവിടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സർപ്രൈസുകൾ ഉണ്ട്. സർപ്രൈസ് ഉണ്ട്. ഇതെപ്പോന്ന് എന്താ അങ്ങനെ കളർ പോയേക്കണേ? വൈറ്റ് കയറി നടക്കണേ. ക്രീമാണോ? ക്രീമായതായിരിക്കും. അത് നൈസായിട്ടാ. ഇതെപ്പോ വന്ന് ഡെലിവറി? കൊറേ സാധനം ഇറക്കിയിട്ടുണ്ടെങ്കിൽ ദൈവമേ. ചെറുതായി പോയി. അടിപൊളി. ഇഷ്ടായി പോനോ? ആണോ? നൈസാണോ? നീ വരണ്ടാ? അതിലുണ്ടാ നീ? നീ വാ. ക്യാപ്പ് ആദ്യം ഒരു ക്യാബ് ബോയ് ആയി മാറുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായപ്പോ ക്യാബ് ഫോർ ആദ്യം ക്യാപ്പ് വെച്ച് നൈസ് ലുക്ക് ഉണ്ടോ? ആൻഡ് ദീസ് ആർ സം trouser and knicker for him. Okay, nice ആയിരിക്കും. ഇത് നൈസ് ആയിരിക്കും. Cheer. 3. There you go. Nice. പുതിയ ഷൂ. ഇവന് പിടിച്ച് കൈ അടക്കണം. ഇത് ഞാൻ അവന് വേണ്ടി വാങ്ങിച്ചതാ, പക്ഷെ അത് എന്റെ സൈസ് ആയി പോയി. അമ്മേ. സോ ഇത്ര സാധനങ്ങളാണ് കീത്ത് ഓർഡർ ചെയ്തത്. ഫസ്റ്റ് ഞാൻ ഉദ്ദേശിച്ചതല്ല. ചപ്രിയാണ് നീ. നോക്ക്, ഞാൻ ഉദ്ദേശിച്ചതല്ലടാ. എനിക്ക് ഇഷ്ടായില്ല. പിന്നെ ഇത് കുറച്ച് ഇത് എപ്പോഴും ക്യാപ്പ് വെച്ചാലേ നോക്ക്. ഇവിടെ ഒരു കൈ പിടിക്കാണോ? ഇത് നിന്റെ ഇത് ആദ്യത്ര ഉള്ളല്ലോ. ഗൈസ് നോക്കൂ, പുട്ടും പോർക്കും. നമ്മുടെ പറവൂര് ഞങ്ങളുടെ സ്ഥലത്ത് പുട്ടും പോർക്ക് കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടുത്തെ പുട്ടും പോർക്കും പൊടി സാധനം. ഇതും അടിപൊളിയായിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. കീത്തുൻ്റെ ഫുഡ് ഈ അടുത്ത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്താ പറ്റിയിട്ടുണ്ട് പുള്ളിക്കാരിക്ക്. സോ കിഡിലായിട്ടുണ്ട്, കിഡില, ഒന്നും പറയാനില്ല. നമ്മളൊന്ന് പുറത്ത് പോകാന്ന് വിചാരിച്ച് നമ്മൾ റെഡിയായി. സമയം ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആവാറായിട്ടുണ്ടാവും. അല്ല അതി നമ്മുടെ ഇൻസ്റ്റയിൽ കണ്ടൊരു ഫ്രണ്ട്സ് ഇവിടെ അടുത്ത് വന്നാണ് പറഞ്ഞത്. അവർ കുറച്ച് ലോങ്ങിൽ നിന്നാണ് വരുന്നത്. അവർ കസിൻസിൻ്റെ വീട് ബെഡ്ഫോർഡ് അടുത്തുണ്ട്. അപ്പോൾ അവിടെ വന്നപ്പോൾ നമ്മളൊന്ന് മീറ്റ് ആക്കാന്ന് വിചാരിച്ച്. നമ്മൾ നോർത്ത് വെയിൽസ് പോയില്ലേ, അപ്പോൾ ഐറ്റം വാങ്ങിക്കാനാണ് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നത്. അങ്ങനെ നല്ല കമ്പനി ആയിട്ട് ഇവിടെ വന്നപ്പോൾ വിളിച്ചതാണ് നമ്മളെ. അങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിൽ കോസ്റ്റ്യൂമേനുണ്ട്, ബാഗ് ഉണ്ട്, അതിനുള്ള ഫോണൊക്കെ ഉണ്ട്. ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് സേഫായിട്ട് നോക്കണം. ഇവിടെ ഫോണൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പൊ സേഫായിട്ട് നോക്കണം ആദ്യം കേട്ടാ. ക്യാപ്പ് വെച്ചിട്ടൊക്കെ ഉണ്ട് ആദ്യം. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ കീത്തോടെ ഫോർമുലയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. പോവാ നമുക്ക്. പോവാ. ക്യാപ്പ് എന്തി പറ്റാ? ക്യാപ്പ് എടുത്ത് ഞാൻ ബാഗിൽ വെച്ച്. എന്താ അത്? ഞാൻ സ്ട്രോളർ എടുക്കണില്ല. നമ്മ ഇന്നലെ വാങ്ങിച്ച ബേബി കരിയർ മാത്രമേ എടുക്കണുള്ളൂ. സോ ബേബി കരിയർ ആയിട്ട് നമ്മൾ എൻ്റെ പുതിയ കേസ് ചെയ്യുന്നുണ്ട്. ഓറഞ്ച് കളർ എൻ്റെ പഴയത് തന്നെയാണ്. കീത്തിന് സെയിം കളർ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. ഇഷ്ടമായി? ഐ എം സോ ഗ്ലാഡ് ആക്ച്വലി. എൻ്റെ കാറ് ഇങ്ങനെ വൃത്തിയായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട്. നീ ഇതുവരെ കണ്ടിട്ടില്ല ഇത്ര മെസ്സ്. അത്രയും മെസ്സായിരുന്നു. കാരണം നമ്മൾ ട്രിപ്പ് പോയി വന്നിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി ക്ലീൻ ചെയ്തിട്ടില്ല. ഇപ്പൊ ക്ലീൻ ആയില്ലേ? ഞാനും ആദ്യം പോയി ക്ലീൻ ചെയ്തു. പാടം കണ്ടു.
സന്തോഷല്ലേ? അല്ല അതി ഞങ്ങള് ഗോതമ്പ് പിന്നെ വേറെന്താ ഉണ്ടല്ലോ ഇവിടെ ഇവിടെ മസ്റ്റർഡ് സീഡ്സ് മഞ്ഞ് ഹേ ഗൈസ് നമ്മളില്ലേ പോക്കറ്റ് ഒരു കിടിലൻ ലൊക്കേഷനിൽ വന്നാക്കിയാണ്. കുറച്ച് ഹില്ല കയറാനുണ്ട്. സെറ്റല്ലേ? ഞാനൊരു വ്യൂ കാണിച്ചു തരാം. അതിലൊരിക്കലും ചാർജ് തരത്തില്ലല്ലോ. ഞെട്ട് നിങ്ങള്. പക്ഷെ പിന്നെ പറഞ്ഞാൽ അത് പിന്നെ ഫോണിലേക്കാക്കി എഡിറ്റ് ചെയ്യാനാണ് ഒരു ടാസ്ക്. കമ്പ്യൂട്ടറിലെ സ്ക്രീനൊക്കെ ഇല്ലേ, വിൻഡോസിന്റെ അതേപോലെ ഇല്ലേ? എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ 2 ഫ്രണ്ട്സ് അവരുണ്ട്. സൂക്ഷിച്ചിട്ട് പ്ലീസ് തൊട്ടോ മതി. ഒറ്റ കാരണം ഞാൻ ഒന്നും പറയില്ലായിരുന്നു. അമ്മേ നൈസായില്ലേ? ഇതാണ് നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞത്. ഹലോ നിത്യ, വിഷ്ണു. ഞങ്ങൾക്കൊരു നിങ്ങളുടെ സ്ഥലം എവിടെ ആയിരിക്കും? കണ്ണൂര്. ഇവിടെ UK അല്ലേ? ഇവിടെ ഈസ്പോണിലാണ്. ഞാൻ ഇപ്പൊ ലണ്ടനില്, ഇവൻ ഈസ്പോണിൽ. ഓക്കെ. ഇവരെ ചേട്ടനും ചേച്ചിയും നമ്മുടെ അടുത്തുണ്ട്, സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് അവിടേക്ക് വന്നപ്പോ നമ്മുടെ അടുത്തേക്ക് ഒന്ന് മീറ്റ് ചെയ്യാൻ വിചാരിച്ചാണ്. വെഡിങ് ആനിവേഴ്സറി അല്ലല്ലോ? അവരുടെ 7 വർഷത്തെ. ലോങ് ടൈം. സോ ഗൈസ്, ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോകും. ഞങ്ങൾക്ക് ഒരു ആരെങ്കിലും വിളിക്കാറുണ്ടോ വിഷ്ണു? എല്ലാരും പറഞ്ഞ ഞാൻ തന്നെ വീഴണം ഇപ്പൊ. അതാ പറഞ്ഞ ആളെന്നെ. പക്ഷെ അവള് നേരത്തെ പറഞ്ഞതാണ് പോയെന്ന്. ഇപ്പോഴും അങ്ങനെയാണല്ലോ. പക്ഷെ ഞാൻ നേരത്തെ അവിടെ കറങ്ങിയായിരുന്നു. എന്റെ ഒരു കഴിവേ, ഞാനൊരു കഴിവേറി തന്നെ. ഇതാണ് ഗൈസ് നമ്മുടെ ലാസ്റ്റത്തെ വ്യൂ. നമ്മള് പോവാണ്. കുഞ്ഞു വെച്ച് അല്ലേ ചിച്ചേ? ചിച്ചേ വന്നത് കൊച്ചു ആദ്യമായിട്ടാണ് ആദ്യം ഇങ്ങനെ ഒരാളെടുത്ത് പോണത്. ഇത്ര നേരം ഞങ്ങളെ കണ്ടപ്പോ കരഞ്ഞോണ്ടിരുന്നു അല്ലേ? ഇപ്പൊ പോവാനായപ്പോഴാണ് അവനൊന്ന് നോക്കിയത്. വിഷ്ണുവിനൊക്കെ ഭയങ്കര ഇഷ്ടമായി. നമുക്ക് അവരൊരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് വന്നത്. ആദ്യക്ക് ചോക്ലേറ്റ്സ് ഉണ്ട്, പിന്നെ ഒരു കളിക്കുന്ന ഒരു സാധനം എന്താന്ന് അറിയില്ല. എനിവേ താങ്ക് യു സോ മച്ച്. നിനക്ക് കണ്ടത് കേട്ടോ? ഞാൻ എന്താ നോക്കട്ടെ. ഇത് ഓരോ അനിമൽസിന്റെ സൗണ്ട്. Oh, that's cute. ഷായ അവനതൊന്നും വേണ്ട. അവന് കുറച്ച് സ്പൂണും കുറച്ച് കാർഡ്ബോർഡും കിട്ടിക്കഴിഞ്ഞാൽ അവന് ഓക്കെ. അവന് ഇതൊന്നും അവന് ആവശ്യമില്ല. സോ ഗൈസ്, അപ്പോ അവരൊക്കെ ആ ഫുഡൊക്കെ കഴിച്ചു. അവർക്കെല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടമായി. ഇതിന്റെ ഫുഡ് ഭയങ്കര ഒരു അപ്രിസിയേഷനൊക്കെ കിട്ടി അല്ലേ? നല്ല ഫുഡായിരുന്നിട്ട് എന്തായാലും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവരൊക്കെ പോയി. ഇപ്പൊ ഒരു 11:45 ആയിട്ടുണ്ടാവും. സോ ഇന്നത്തെ ഒരു ദിവസം നല്ല ദിവസം വരുന്നല്ലേ? ഇത് നമുക്ക് പുതിയ 2 പേരെ പരിചയപ്പെട്ടു. ഇത് ഇൻസ്റ്റ ത്രൂ ആണ് അല്ലേ? നല്ല ബന്ധങ്ങൾ അങ്ങനെ അവർ നാളെ കാലത്ത് തന്നെ നാളെ ഉച്ചയാകുമ്പോൾ അവർ അവരുടെ സ്ഥലത്തേക്ക് പോകും. ഈസ്റ്റ് ബോൺ എന്ന സ്ഥലത്തേക്ക് പോകും. അത്യാവശ്യം നല്ല ദൂരമുണ്ട്. സോ നമ്മളിവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ഒരു അടിപൊളി ദിവസമായിരുന്നു. നമ്മൾ ആ ഹിൽ ടോപ്പ് പോയിട്ടുണ്ടായി, നൈസായിരുന്നു. സോ ഗൈസ്, അപ്പോൾ ആദ്യം അവിടെ കിടന്നത് കളിക്കുന്നുണ്ട്.
ആദ്യം ഇവരുടെ അടുത്തും ആദ്യം ഒട്ടും അടുക്കണ്ടായിരുന്നില്ല, പക്ഷെ പോവാറായപ്പോഴേക്കും ഭയങ്കരമായിട്ട് കളിയില്ലേ അല്ലേ? അതാണ് അവന്റെ പരിപാടി. കുറച്ച് ആയാലും അവൻ എടുക്കുള്ളൂ. സോ പിള്ളേരൊക്കെ അങ്ങനെയാണ്, അങ്ങനെയൊന്നും തോന്നുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. See you tomorrow. Bye bye. Bye guys, love you all. Bye bye.